ഞങ്ങൾ ആ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടൊന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തേക്കണു. ഇപ്പൊ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. കണ്ടോ, വേറെ ഡ്രസ്സ് ഇട്ടു. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. സമയം 4 മണി ആയിക്കണു. അപ്പൊ എപ്പോഴും ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലം കൂടിയും കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവാണ്, ബുറൈദയ്ക്ക് പോവാട്ടോ. ശരിക്കും ഒരു നാട് പോലെ കേട്ടോ ഇവിടുത്തെ വഴികളൊക്കെ കാണാന്. വീടുകളും ചില വീടുകളൊക്കെ പിന്നെ വഴികള് ഒക്കെ നമ്മുടെ ശരിക്കും നാട് പോലെ ഉണ്ട് കാണാൻ. കണ്ടോ, ഓരോരോ വീടുകളുണ്ടോ, ശരിക്കും നാട്ടിലത്തേക്ക് ഒരു ഇതുപോലെ. ഫുഡ് വന്നിക്കണു ഗൈസ്. ഇവിടെ അൽഫാമുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഇവിടെ നമ്മുടെ മന്തി ഉണ്ട്, പിന്നെ മയോണൈസ്, പിന്നെ ഏതൊരു സോസ്, അതേപോലെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ കഴിക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ മന്തി. അടിപൊളിയാണ് ഗൈസ്. നല്ല നമ്മുടെ തക്കാളി ചട്നി ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയാണ് ഗൈസ്, നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ അൽഫാമുണ്ട് ഇവിടെ. കൂടെ തിന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കുറെ ഒട്ടകങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തോണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുറക്കണ്ട് ഇറങ്ങിട്ടോ. ഞങ്ങള് തായിഫിലാണ് ഇവിടെ വന്ന് കാണാൻ വേണ്ടി വന്നത്, തായിഫ് കാട്ടോ. അപ്പൊ ഇവിടെ സൂവിലേക്കാണ് വന്നിക്കാണ്, തായിഫ് സൂക്ക്. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഞങ്ങള് പാർക്കിങ് കിട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്, എവിടെയും പാർക്കിങ് കിട്ടണില്ല. അപ്പൊ ഇനി കുറേ നടക്കാണ്ടാവും സൂവിന്റെ അവിടേക്ക്. ഇത് എത്രയേ പോന്നിക്കണു വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഗൈസ്. നല്ല സിറ്റി ആട്ടോ ഗൈസ്, അടിപൊളി ആയിക്കണു. നല്ല വെളിച്ചൊക്കെ ആയിട്ട് ലൈറ്റൊക്കെ ആയിട്ടുണ്ട് എല്ലായിടത്തും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഗൈസ്. ലാസ്റ്റ് നമുക്കൊരു പാർക്കിങ് കിട്ടിക്കണം കേട്ടോ. പക്ഷെ കുറേ നടക്കണം നമ്മുടെ സൂവിൻ്റെ അവിടേക്ക്. സൂവിൽ എന്താ യന്ത്രൂനാലൊക്കെ കാണുന്നുണ്ട്, പോയൊക്കെ ഉണ്ടായാലും. അപ്പം ഇതിൻ്റെ പുറത്ത് കുറേ കുതിര സവാരിയൊക്കെ കാണുന്നുണ്ട്. എൻ്റെ കോലം കണ്ടില്ലേ, കണ്ണൊക്കെ ഇതായിട്ട് ഭദ്രകാളിയുടെ പോലെ ഇരിക്കണം ഗൈസ്. നമ്മൾ പോണതിൻ്റെ ഓപ്പോസിറ്റ് ഒരു യന്ത്രൂനാലുണ്ട്, നമ്മളെ പോണ സ്പോട്ടിലും ഒരു യന്ത്രൂനാലുണ്ട്. അത് എന്താന്ന് എനിക്കറിയില്ല, എന്തായാലും പോയേക്കാം ഗൈസ്. നമ്മൾ കുറച്ച് ജീരകം തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റാ ഗൈസ് വലിയ ജീരകം, നല്ല രസമാണ്. എനിക്ക് ഛർദിക്കാൻ വന്നപ്പോൾ ഞാൻ അതടുത്ത് തന്നെ. ഇതവിടെ കുതിര ഉണ്ട് കേട്ടോ, കുതിര സവാരി. അവിടെ ഉണ്ട് കേട്ടോ കുതിര. ഡബ്ബാബിൽ ഇതവിടെ ഓടിക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാങ് ആട്ടത്. പേര് പറയൂ, പേര് പറയൂ. നേരത്തെ കണ്ട വലിയ കുതിരയുടെ കുഞ്ഞു കുതിരയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്. എന്താ വെള്ള തോന്നണം, ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മള് നടന്നോട്ട് എത്തണില്ല കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഉള്ളു ഇനി നടക്കാൻ എത്താൻ. എൻട്രൻസിലേക്ക് എത്തിക്കണം കേട്ടോ. തായിഫ് സോന്റെ റോഡ് ക്രോസ് ചെയ്യാണ്ട് നമ്മൾ ഗേറ്റിന്റെ ഉള്ളിൽ നിന്ന് കേറിക്കണോ. ഇതൊരു യന്ത്രൂനാലൊന്നല്ല, ഇതൊരു ലൈറ്റ് ആണ്. നമ്മള് ഉള്ളിലേക്ക് വേണ്ടി നിൽക്കാട്ടോ. ഇവിടെ വേറെ ഒരു എക്സിബിഷൻ പോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കളിക്കാനുള്ളതൊക്കെയാണ്. ഇതിന്റെ ഉള്ളിലാണ് സൂ. നമ്മളൊക്കെ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാട്ടോ, ടിക്കറ്റ് കൗണ്ടറിൽ. ഇതാണ് നമ്മുടെ സൂവിന്റെ ഫുൾ ലുക്ക് കേട്ടോ ഗൈസ്. കൊറേ തിരക്കുണ്ട്, കൊറേ ആൾക്കാരുണ്ട്. നമ്മൾ എൻട്രൻസിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ്. വാവ്, വണ്ടർഫുൾ ഗൈസ്.
പാമ്പ് ഗൈസ്, പാമ്പിനെ ഒരാൾ തോളിലിട്ടിട്ടൊക്കെയാണ്. അറപ്പാണ് ഗൈസ്. ഇവിടെ ഒരാള് മുളകടിയില് ഇങ്ങനെ കാലുമൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടേക്ക് ഇങ്ങനെ ഒരു സൂക്ക് പോലെയാണ്. സൂക്കാണ് ഗൈസ്. ഡ്രസ്സിന്റെ ഫാൻസി ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത്. നമ്മള് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി നേരെ. ഇവിടെ കഴുകൻ ഉണ്ട് കേട്ടോ. കഴുകൻ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗത്ത് താറാവാട്ടോ. ഇവിടെ കഴുകൻ, അവിടെ താറാവ്. ഇപ്പുറത്ത് തന്നെ കരടി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കരടിനെ കാണാന്. ഇവിടെ ഒരു പെൺസിംഹം ഉണ്ട്. പെൺസിംഹം അവിടെ ഉണ്ട്. ആൺസിംഹം അവിടെ കിടക്കാണ്. കണ്ടത് ആഫ്രിക്കൻ ലയണാട്ടോ. ഉണ്ട് കേട്ടോ ഒരു ലയൺ അതിന്റെ ഉള്ളിലാട്ടോ. ഉള്ളിൽ കിടക്കാണ്. കൊറേ ലയൺസ് ഉണ്ട് കേട്ടോ. ഇതവിടെ ഒന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കൂട്ടിയിലുണ്ട് കേട്ടോ. ഒരു പൂച്ചനെ പോലെ സാധനം ഉണ്ട്. അതിന്റെ പേരിതാ ഫെലിസ് കറാഫലോ. ഗൈസ് ഇതവിടെ ഒരു കുരങ്ങുണ്ട്. പാവാട്ടത്. ഇവിടെ അടുത്തതായിട്ട് കുറുക്കനാട്ടുള്ളത്. കുറുക്കനിക്ക് രാത്രി ലൈറ്റ് പറ്റൂല, അതുകൊണ്ട് ഓഫാക്കിക്കാണ്. നമ്മുടെ ചെന്നായ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വോൾഫ്. ഇവിടെ ഹേനുണ്ട് കേട്ടോ. ഹേന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാണ്. കുറുക്കന്മാര് ഇങ്ങനെ കടന്നുറങ്ങാണ്. കുയ് കുയ്. ഒന്നും എണീക്കണില്ല ഐസ്. പക്ഷെ നേരത്തെ കണ്ടിനെ കാട്ടി രസത്താട്ടോ. ഇവിടെ കോരങ്ങന്മാരുണ്ട്. അവരെല്ലാരും ഉറങ്ങാട്ടോ. പാവാണ് ഗൈസ്. പാവങ്ങൾക്ക് മരങ്ങൾ തന്നെ വേണം ഉറങ്ങാൻ. അടുത്ത സെക്ഷനില് നമ്മുടെ മുള്ളംപന്നി ഉണ്ട് കേട്ടോ. നേരെ കിട്ടണില്ല ഐസ് മുള്ളംപന്നിനെ. ദപ്പ കിട്ടി ഗൈസ് മുള്ളംപന്നി. നമ്മുടെ നാട്ടിലത്തെ സ്ഥിരം ആളാണ് മുള്ളംപന്നി. ഒരാളിവിടെ ഇങ്ങനെ ഉറങ്ങുക കേട്ടോ. ആരാന്നറിയോ? കുറുക്കനാണ്. ഫോക്സ്. കൊറേ കുറുക്കന്മാരുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഓസ്ട്രേലിയൻ കുറുക്കനാണ്. വൺസ് മോർ ഹേനുണ്ട് കേട്ടോ. ഇതെന്താ ഒരു പട്ടിയാണോ അതോ കുറുക്കനാണോ അറിയില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് അവിടെ കിടക്കണത്. വേറെ തടിച്ചിട്ടുള്ള ഹേനും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ജിറാഫ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല നീളമുള്ള ജിറാഫാണ്. ഞങ്ങൾ ഇതൊരു ഓട്ടയിൽ കൂടെ കാണിക്കുന്നു കേട്ടോ. കരടിനെ പോലെ എന്തൊരു സാധനം ഉണ്ട് കേട്ടോ. പേരൊന്നും അറിയില്ല. ഇവിടെ പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ ഒരു സാധനം ഉണ്ട്. അടുത്ത കണ്ണിന്റെ പേര് ആൽപാക്കാന്നാട്ടോ. അടുത്തതായിട്ടുള്ളത് ഒരു ആടാട്ടോ. വെറൈറ്റി ടൈപ്പ് ആടാണ്. ഇതിന്റെ പേര് സാക്കി. ഇതവിടെ ഒരു കുട്ടി അതിന് പുല്ലൊക്കെ കൊടുക്കണ്ട കേട്ടോ. ഇത് വേറെ ടൈപ്പ് ആടും കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു വേറെ കളർ ആടാണ്. അവിടെ ചെമ്മരിയാടുണ്ട്. മാനാണ് ഗൈസ്. മാൻ. അതിന്റെ പേര് ഗസേൽ. നല്ല മാനാട്ടോ. മാനിനെ ആടിനെ ഒന്നും ഇപ്പൊ ആർക്കും വേണ്ട. അപ്പൊ വെറൈറ്റി ആനിമൽസ് വന്നോണ്ട് ദംതോടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടെ?
അടുത്തതായിട്ടുള്ളത് ആഫ്രിക്കൻ ആന കേട്ടോ. ഇവിടെയാണ് കൊറേ തിരക്ക്. നല്ല രസമുണ്ട് കേട്ടോ. ലാമ പറഞ്ഞിട്ടുള്ള ഒരു സാധനം കേട്ടോ. അടുത്തത് ലാമ. ഇത് അടുത്തതായിട്ട് നമുക്കുള്ളത് ആഫ്രിക്കൻ ഓസ്ട്രിച്ച് ആട്ടോ. ഒരാളും കൂടി കറന്നുറങ്ങാട്ടോ. ഇതിന്റെ പേര് ഓസ്ട്രേലിയൻ ഓസ്ട്രിച്ചസ്. അടുത്തതായിട്ട് സീബ്ര. ഇവ ശരിക്കും പിക്ചറിൽ കാണുന്ന പോലെ ഉണ്ട് അല്ലേ? അടിപൊളിയാക്കണേ. പ്രത്യേക തരം 2 ഹമ്പുള്ള ഒരു ഒട്ടകാട്ടോ ഇത്. എന്റെ പേര് ബാക്ടീരിയൻ ക്യാമൽ എന്നാട്ടോ. ഒരു വെറൈറ്റി തരം പിന്നെ ഒരു ഒട്ടകുണ്ട്. കുറച്ചൊക്കെ തടിയുള്ള ഒരു ഒട്ടകട്ടോ. അതും ബാക്ടീരിയൻ ക്യാമൽ തന്നെയാണ്. അധികം ആയിരിക്കും വേണ്ടാത്ത ഒരു ഹോഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. കുറച്ച് ലാസ്റ്റ് കുറച്ച് ഹോഴ്സസും കൂടി ഉണ്ട് കേട്ടോ. കളർ വ്യത്യാസമുള്ള. ഞാൻ കാണാതെ പോയ കുറച്ച് ആൾക്കാരും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. പ്രാവുകളാണ്. ഞാൻ കൂടി വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നതാ പ്രാവ്. ശൈലി പോലത്തെ മറ്റേ ഹിയാസിൻതെന്നോ അങ്ങനെന്താ പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഞാൻ വേഗം ഒന്ന് കാണിച്ചാണ്. ഈ വഴി കൂടെ തന്നെയാണ് ഡോൾഫിന്റെ അവിടേക്കും പോവാ കേട്ടോ.